അങ്ങനെ ഭയങ്കരമായിട്ട് ആലോചിച്ച് ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യുന്ന ഒരു സ്റ്റേജിൽ എത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് വെയിറ്റിംഗ്. ചതുരത്തിലെ റോള് വന്ന സമയത്തും അതിൻ്റെ പ്രമോസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്വാസിക ഇങ്ങനെ ഒരു റോള് ചെയ്തല്ലോ എന്നുള്ളൊരു സംസാരം ഉണ്ടായിരുന്നു. വിവേകാനന്ദനിലും ട്രെയിലറിൽ ഒരു പോർഷൻ ഞാൻ കണ്ടായിരുന്നു. അപ്പം വീണ്ടും ഇങ്ങനെയുള്ള തുടർച്ചയാണോ വരുന്നത്, അതോ സാസിയെ തേടി അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ വരുന്നുള്ളൂ? അതാണ് പ്രശ്നം. നിങ്ങൾ ആ ഒരു ചെറിയൊരു സീന് കണ്ടപ്പോഴേക്കും നിങ്ങൾ വിചാരിക്കുകയാണ് അത് അങ്ങനെയാണെന്നുള്ളത്. വിവേകാനന്ദന്റെ ക്യാരക്ടറും അത് ഭയങ്കര വ്യത്യാസമുണ്ട്. ഇതിൽ ഞാൻ ഒരു സാധാ ജോലിക്ക് പോകുന്ന ഒരു അമ്മയാണ്, ഒരു ഭാര്യയാണ്, ഒരു മരുമകളാണ്. അങ്ങനത്തെ ഒരു ഫാമിലി ലൈഫ് ലീഡ് ഒരു ചെയ്യുന്ന ഫാമിലിയിൽ നടക്കുന്ന കാര്യം മാത്രമേ അതിൽ കാണിച്ചിട്ടുള്ളൂ. അതെ, അപ്പൊ ഫാമിലിയിൽ കല്യാണം കഴിക്കുന്നവർ എന്താ ഒരു ചെയ്യുക? ഹസ്ബൻഡ് ഉണ്ട് എനിക്ക്. അപ്പം അവർക്ക് ഇത്രയധികം 10-12 പിള്ളേരുണ്ടാവുന്നത് എങ്ങനെയാ? അപ്പൊ ഫാമിലിയിൽ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണല്ലോ. പക്ഷേ പൊതുവെ ഒരു സംസാരം ഉണ്ടല്ലോ, മലയാളികൾ വേറെ സിനിമയിലും അന്യഭാഷയിൽ കാണും, സൈറ്റുകൾ രഹസ്യമായിട്ട് കാണും. പക്ഷെ മലയാളികൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ പ്രശ്നം വരുമല്ലോ. മലയാളി ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് തന്നെ സമ്മതിക്കില്ലല്ലോ. അടുത്തൊന്ന് പറിച്ചതാണ് അവരൊക്കെ. 12 പിള്ളേര്, ഈ 8 പിള്ളേര്, അല്ലെങ്കിൽ ഇത്രയും ജനസംഖ്യ ഒക്കെ ഉണ്ടായിട്ടുള്ളത് എവിടെന്നെങ്കിലും വിത്തിട്ട് മുളപ്പിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുമ്പോഴേക്കും സ്വന്തമായിട്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നതാണ് പ്രശ്നം. അപ്പൊ ഈ കഥാപാത്രവും ക്യാരക്ടറും തമ്മിൽ ഭയങ്കര ഈ ചതുരം എന്ന ചിത്രത്തിൽ അങ്ങനത്തെ രംഗങ്ങൾക്ക് പ്രാധാന്യമില്ലേ? ഇല്ലെങ്കിൽ ആ ചിത്രം മുന്നോട്ട് പോകില്ലല്ലോ. അതേപോലെ തന്നെ ഇതിലും അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരുപാട് കഥകളും ഒരുപാട് സന്ദർഭങ്ങളും നമുക്ക് പറയാനും കാണിക്കാനും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചിത്രത്തില് ഇത് കാണിക്കാതിരിക്കുന്നതാണ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ്. അതെ, ഇതൊരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുന്ന 2 ആൾക്കാരുടെ ഒരു കഥ പറയുമ്പോൾ അതിൽ ഡെഫിനറ്റ്ലി ഇങ്ങനെയുള്ള കാര്യം സംസാരിക്കണം. ആ സംസാരത്തിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ ചർച്ചകളും വരുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഫാമിലിയിലും നടക്കുന്ന ഒരു വിഷയം, അത് പലരും സംസാരിക്കാത്ത ഒരു വിഷയം നമ്മൾ ഈ സിനിമയിലൂടെ സംസാരിക്കുന്നു. അത് കാണിക്കാൻ ചില സീനുകൾ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നു. അല്ലാതെ ഭയങ്കരമായിട്ട് ഇത് മാത്രം സംസാരിക്കുന്ന ഒരു സിനിമ അല്ല ഇത്. ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന പുരുഷനും സ്ത്രീകളും എല്ലാം ഉണ്ട്. അതിൻ്റെ ട്രെയിലറിൻ്റെ താഴെ വന്നൊരു കമൻറ്റ് ഞാൻ പറയാം. ആ കമൻറ്റ് ഇങ്ങനെയാണ്: വന്ന് മലയാള സിനിമ ഇപ്പം കുടുംബപരമായിട്ട് ഇരുന്ന് കാണാൻ പറ്റില്ലല്ലോ എന്നൊരു കമൻറ്റ് അതിൽ കണ്ടിട്ടുണ്ട്. അവനെങ്ങനത്തെ മാത്രം പരിചയം ഉണ്ടാവുള്ള കമന്റ് ഇട്ടവന്. കുടുംബപരമായിട്ട് അവൻ കാണാറുണ്ടാവില്ല. കാരണം ഇത് കുടുംബത്തിൽ നടക്കുന്ന പരിപാടിയല്ലല്ലോ. അവൻ കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല, അവന് ബോധം ഉണ്ടാവില്ല. ഒരുപാട് കമന്റ്സ് ഉണ്ടല്ലോ അല്ലെ, ഒത്തിരി നല്ല കമന്റ്സ് ഉണ്ട്. കുടുംബത്തോടെ പോയിരുന്ന് കാണാൻ പറ്റാത്തതായിട്ടുള്ള ഒരു രംഗങ്ങളും അതിലില്ല. മലയാള സിനിമ കുടുംബത്തോടെ പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ: വിവേകാനന്ദൻ വൈറലിനകത്ത് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന സിനിമ. ഇപ്പൊ നിങ്ങൾ എന്താ വിചാരിച്ചത് കുടുംബപരമായിട്ട് കാണാൻ പറ്റുന്നതാണോ? ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഇല്ല, അപ്പൊ ആ കമന്റ് ഇട്ടവൻ എന്തോ പ്രശ്നമുണ്ടല്ലോ. അത്രേ ഉള്ളൂ. ഇത് ഫാമിലി, അതായത് കമൽ സാറിന്റെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ സാറിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ട പ്രേക്ഷകരെ എന്ന് അറിയാം. അപ്പം അങ്ങനെ തന്നെയാണ് ഈ സിനിമയുള്ളൂ. ഈ സിനിമ സംസാരിക്കുന്ന വിഷയവും ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഫാമിലി ആയിട്ട് പോയി കണ്ട് മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മളാണ് ഒരു ചർച്ച ഉണ്ടാക്കിയെടുക്കുന്നത്. ഫാമിലിയാണ് പോയി കാണേണ്ടത്.